Hi friends, welcome to Gallant IAS. I'm Justin, with me, Justin sir and Altaf sir. So this is our PYQ reverse engineering series. Maximum അറിവിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുക, UPSC എങ്ങനെ ചിന്തിക്കുന്നു എന്ന ഒരു സംഭവം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ UPSCന്റെ തോട്ട് പ്രോസസ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് മുന്നോടിയായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു ഈ സീരീസിൽ. സ്റ്റേ ട്യൂൺഡ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഹിസ്റ്ററി. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 functions of provincial government were divided into reserved and transferred subjects. Which of the following were treated as reserved and transferred? So ഇവിടെ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കുക, ബ്രിട്ടീഷ് എന്തൊക്കെ ചെയ്താലും ഇവിടുന്ന് പോകുന്നത് 1947 വരെയാണ്. ആ ലാസ്റ്റ് മിനിറ്റ് വരെ അവരുടെ തോട്ട് ഇതായിരുന്നു, ഒരു കാരണവശാലും ബ്രിട്ടീഷിന്റെ പവർ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ വെൽത്തിന്റെ മേലുള്ള അവരുടെ കൺട്രോൾ ഇതൊന്നും വിട്ടുകൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പേരിന് വേണ്ടിയിട്ട് എലക്ടഡ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കംപ്ലീറ്റ് അതോറിറ്റിയും കംപ്ലീറ്റ് ഇൻകം എല്ലാം ബ്രിട്ടീഷിന്റെ കയ്യിലാണ്. സോ റിസർവ്ഡ് സബ്ജക്ട്സ്, all reserved subjects are income departments and authority departments without a responsibility. All responsibility categorized as transferred subjects given to elected Indian ministers. അപ്പോൾ ഈ ചോയ്സസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് വിട്ടുകൊടുക്കത്തില്ല, ലാൻഡ് റവന്യൂ വിട്ടുകൊടുക്കത്തില്ല, പോലീസ് പവർ വിട്ടുകൊടുക്കത്തില്ല, പിന്നെ ഈ പറയുന്ന എന്താ പറയുക ലൈക്ക് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പബ്ലിക് സാനിറ്റേഷനും ഹെൽത്തും എഡ്യൂക്കേഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. സോ ജസ്റ്റ് ഹാവ് എൻ ഐഡിയ വാട്ട് ആർ ദ റിസർവ്ഡ് സബ്ജക്ട്സ്, വാട്ട് ആർ ദ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്. ഫർദർ വേറെ എന്തെങ്കിലും ജാസിം സർ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ടാക്ടിക് ഇവിടെ ഉപയോഗിക്കാം. ലെറ്റ്സ് സീ ദ ഓപ്ഷൻസ്. എക്സാക്ട്ലി, ഓപ്ഷൻസ് നോക്കി അപ്പൊ നമുക്ക് മനസ്സിലായി ഒരെണ്ണം തെറ്റാണ്, ഒരെണ്ണം തെറ്റാണ്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നേക്കാളും ഈ നാലെണ്ണത്തിൽ ഏതാണ് ഏറ്റവും തെറ്റെന്ന് കണ്ടുപിടിക്കല. അതായത് ട്രാൻസ്ഫേർഡ് ആവാൻ സാധ്യതയുള്ള ഇതിൽ ഏറ്റവും വലിയ സാധനം. അങ്ങനെ വരുമ്പോ സാറ് പറയുന്ന പോലെ നമ്മൾ ചിന്തിച്ച പോലീസ് ഒരിക്കലും കൊടുക്കൂല, ലാൻഡ് റവന്യൂ അത് അവരുടെ ബാക്ക് ബോൺ ആണ്, ജസ്റ്റിസ് അവർക്ക് കൺട്രോൾ ചെയ്യണം. സോ ഒബ്വിയസ്ലി ഏതായിരിക്കും അവർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിരിക്കും. അത് നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരം 1, 3, 4 എക്സാക്ട്ലി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 1919 ആക്ട് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1935 ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇന്ത്യൻ കൗൺസിൽ റിഫോംസ്. ഓക്കെ, കൗൺസിൽ റിഫോംസ് പറയുമ്പോൾ 1861, 1892, then Morley Minto reforms, that is Indian Council Act 1909. അതിന്റെ പ്രൊവിഷൻസ് ഫീച്ചേഴ്സ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് പോവാ. ദർ ഇസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഓൺ ക്രിപ്സ് മിഷൻ. അപ്പൊ ക്രിപ്സ് മിഷൻ നമുക്കറിയാം, എസ്പെഷ്യലി ഈ ഹിസ്റ്ററിയിൽ ഫ്രീഡം സ്ട്രഗിൾ അതിന്റെ 1920s, 30s, 40s ഭയങ്കര ക്രിട്ടിക്കൽ ആണ്. ടേക്ക് കെയർ. സോ വിത്ത് reference to the proposals of Cripps mission, consider the following. Constituent Assembly would have members nominated by the provincial assemblies as well as പ്രിൻസിലി സ്റ്റേറ്റ്സ്. അത് ഭയങ്കര ഒരു അബ്സർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. There is provincial assemblies. We have seen election concept is there in the provincial assemblies. അവിടെ പറയുന്നത് constituent assembly would have members nominated by provincial assemblies. There is no chance of that. Provincial assemblies നമ്മൾ കാണുന്നത് 1935 തൊട്ട് ഇങ്ങോട്ടേക്ക് we have seen the election part. So there the legislators are elected, elected. ആൻഡ് ഈ എലക്ടഡ് മെമ്പേഴ്സ് വീണ്ടും നോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വുഡ് ഹാവ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ. സോ പ്രൊവിൻഷ്യൽ അസംബ്ലീസ് പിന്നെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് രണ്ടും ഭയങ്കര കോൺട്രാഡിക്ടറി ആണ്. അതേസമയം പ്രിൻസിലി സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും ദേ ആർ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്, ദേ ഹാവ് ദ പവർ ഓഫ് നോമിനേഷൻ. ഇവിടെ അസംബ്ലീസ് ഫുള്ളി റണ്ണിങ് ഓൺ ദീസ് ഇലക്ഷൻസ് ആൻഡ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. എനിക്ക് തോന്നുന്നു ഈ ഡെമോക്രസിയും ഓട്ടോക്രസിയും കൂടി ഒന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആൻസറബിൾ ആണ്. ഒരു സൈഡില് provincial assemblies on democratic lines and these princely states on autocratic lines. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു first statement is contradictory. Second one, any province which is not prepared to accept the new constitution would have the right to sign a separate agreement with Britain regarding its future status. Obviously അത് ക്രിപ്സ് മിഷന്റെ വലിയൊരു, കാരണം ബാക്കി എല്ലാ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിനെയും സ്വാന്തനിപ്പിക്കുക അല്ലെങ്കിൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതും കൂടി അവരുടെ ഒരു മിഷനാണ്. In fact, Cripps mission is here for that, getting Indian support in these World War efforts. So ഇവിടെയുള്ള political aspirations ഒക്കെ satisfy ചെയ്യാനുള്ള provisions they should have. So I think second statement is right one. ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ക്രിപ്സ് മിഷന്റെ ഇയർ അറിയുവാണെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ 1937 ഇലക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. ഒരു ബോഡി, എലക്ടഡ് ബോഡി അവിടെ ഉള്ളപ്പം അതും ഫ്രീഡം സ്ട്രഗിളിന്റെ ഒരു സ്ഥലത്ത് അവര് ഇങ്ങനെ പറഞ്ഞ ഒരിക്കലും സമ്മതിക്കൂല. അപ്പൊ പിന്നെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കണം.
ഒരു എലക്ടഡ് എന്ന രീതിക്ക് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട നോമിനേറ്റഡ് ബൈ, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ ഒന്ന് കമ്പാരിസൺ നല്ലതാണ്. നോമിനേറ്റഡ് ബൈ പ്രൊവിൻഷ്യൽ അസംബ്ലി ആസ് വെൽ ആസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പൊ അടുത്തവണ ഇതുപോലത്തെ ലാംഗ്വേജസ് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം ഇവർ എന്ത് രണ്ട് സാധനങ്ങളെയാണ് തുലനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. പ്രൊവിൻഷ്യൽ അസംബ്ലിനെയും പ്രിൻസ്ലി സ്റ്റേറ്റിനെയും ഒരുപോലെ കണ്ടിട്ട് അതിൽ നോമിനേഷൻ, നോ, ഇറ്റ്സ് കോൺട്രഡിക്ടറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്കണമെങ്കിൽ elected by the provincial assembly and nominated by the princely states. Exactly. So I think the answer should be, in that case, 1 is wrong, 2 is correct, only 2 only ആണ് ഉത്തരം വരിക. One more question from history. Wellesley established Fort William College at Calcutta because he was asked by the board of directors at London to do so. He wanted to revive interest in Oriental learning. He wanted to provide William Carey and his associates with employment. He wanted to train British civilians for administrative purpose in India. So ഈ പറയുന്ന സോ കോൾഡ് വെല്ലസ്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും പെട്ടെന്ന് ബൾബ് കത്തുന്നത് സബ്സിഡറി അലയൻസ് ആയിരിക്കും. സബ്സിഡറി അലയൻസ് കേക്ക് മുറിക്കാനുള്ള പ്രോഗ്രാം ആയിരുന്നില്ല. ഇറ്റ്സ് മാക്സിമം അനക്സേഷൻ, ദിസ് ഈസ് എക്സ്പാൻഷൻ, ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, വാറൻ ഹേസ്റ്റിങ്ങോ വില്യം ജോൺസോ മേ ബി നമുക്ക് ഓറിയന്റൽ ലേണിംഗും അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ വെല്ലസ്ലിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. വെല്ലസ്ലി ഈസ് ഹിയർ ഫോർ എക്സ്പാൻഡിങ് ആൻഡ് കൺസോളിഡേറ്റിംഗ് ദിസ് ബ്രിട്ടീഷ് എംപയർ, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. സോ അയാളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ സ്മൂത്തൻ ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് പുള്ളിനെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്ട്രൈറ്റ് അവേ ഐ വിൽ കം അപ്പ് വിത്ത് ദിസ് ബി, ഹി വാണ്ടഡ് ടു ട്രെയിൻ ബ്രിട്ടീഷ് സിവിലിയൻസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഇൻ ഇന്ത്യ. ഫർദർ എനിക്ക് തോന്നിയ ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്തുണ്ടല്ലോ UPSC ഭയങ്കര കുക്ഡ് അപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കും. ഈ കുക്ഡ് അപ്പ് സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, എയും സിയും പോലെ ഇരിക്കും. He was asked by the board of directors at London to do so. അതൊരു സ്റ്റാൻഡർഡൈസ് സ്റ്റേറ്റ്മെന്റ് അല്ല. അല്ലെങ്കിൽ ഇത് നോക്ക്, അയാളുടെ കിങ്കരന്മാർക്ക് എന്ത് കൊടുക്കണമായിരുന്നു, ജോലി കൊടുക്കണമായിരുന്നു. അത് കാണുമ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് എന്താണ്, ഇതൊരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇതൊരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടും ഒരു കുക്ഡ് അപ്പ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ആ കുക്ഡ് അപ്പ് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒഴിവാക്കാം. അത് കഴിഞ്ഞ പിന്നെ ബിയും സിയും ഉള്ളത്. ഹി വാണ്ടഡ് ടു റിവൈവ് ഇൻട്രസ്റ്റ് ഇൻ ഓറിയന്റൽ ലേണിംഗ് ഇൻ ഇന്ത്യ. അവിടെയാണ് സാറ് പറഞ്ഞ ലോജിക്ക് ഭയങ്കര റെലവന്റ് ആണ്. പേഴ്സണാലിറ്റിനെ അറിയാം. വെല്ലസ്ലി സബ്സിഡറി അലയൻസ്, പുള്ളി എങ്ങനെയെങ്കിലും പിടിക്കാനോ നോക്കാം. അങ്ങനെ ഒരാളെ സംബന്ധിച്ചോളം ട്രെയിൻഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ചേർന്ന് വരാം. നമുക്ക് ഡി ലോജിക്കലി ഉത്തരത്തിലേക്ക് വരാം. അൽത്ത സാർ, നമുക്ക് അടുത്ത ഒരു സെറ്റ് കൂടെ നോക്കാം. നമ്മുടെ WHO എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ്. അത് ആ വർഷത്തെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവന് ഒരുപാട് വാല്യൂസ് 15, അപ്പൊ ഒരുപാട് നമ്മളിപ്പോ ക്വസ്റ്റ്യൻസിനെ കാണുമ്പോൾ ഒരുപാട് വാല്യൂസ് കാണുമ്പോഴൊക്കെ എന്താണ്, പിന്നെ നമുക്ക് സ്റ്റാറ്റ് പഠിക്കണോ വേണ്ടിയോ, ഒരുപാട് ഫാക്ച്വൽ കണ്ടന്റ്. അപ്പൊ സ്റ്റാറ്റ് വേണോ വേണ്ടിയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഈ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാനും ആദ്യമേ ഓപ്ഷനിലേക്ക് നോക്കാനാ പറയുന്നത്. അപ്പോ ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോ ഏറ്റവും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കലായിരിക്കും നമ്മുടെ എയിം. അല്ലെങ്കിൽ ഏറ്റവും ശരിയായിട്ടുള്ള സാധനം വന്നിട്ട് നമുക്ക് അതിൽ വരാം. ഏറ്റവും ജനറൽ ആയിട്ട് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കാം? 4 ആയിരിക്കാം. എക്സസീവ് ഓസോൺ ഇൻ ദ എയർ ക്യാൻ ട്രിഗർ ആസ്മ. പൊല്യൂട്ടന്റ് കൂടിയാലും ചിലപ്പോൾ എന്തിലേക്ക് വരാം, ഒരു അസുഖത്തിലേക്ക് വരാം. സോ ആസ് ഇറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, 4 ഇല്ലാത്തൊരു ഓപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒഴിവാക്കി വിടാം. ഓക്കെ, നൗ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് PM10 can penetrate the lung barrier and enter the bloodstream. അപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ PM10 ഉണ്ടെന്നല്ല, പക്ഷെ can we replace this with something? ഇതിലും ചെറുതുണ്ടോ? അപ്പൊ നമ്മൾ എപ്പോഴും പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് എന്ത്, പാർട്ടിക്കുലർ മാറ്ററിന്റെ 10ഉം PM2.5ഉം. അപ്പൊ ബ്ലഡ് സ്ട്രീം പോലെ ഒരു ചെറിയ ഏരിയയിലേക്ക് ആർക്കായിരിക്കും ബെറ്റർ ആയിട്ട് കയറാൻ പറ്റുക? നമുക്ക് അപ്രോച്ച് ആണ്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെറ്റർ റീപ്ലേസ്മെന്റ് എന്തായിരിക്കും, PM2.5 ആയിരിക്കും. അങ്ങനെ അതിന് താഴെയുള്ള ഒരു സൈസിലുള്ള ഒരു സാധനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോജിക്കൽ അപ്രോച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, 3യും കൂടെ ഒഴിവാക്കാം, 1 and 4ലേക്ക് ഉത്തരത്തിലേക്ക് ബാക്കി വായിക്കേണ്ട വരാം. പക്ഷെ നമുക്ക് ആ കൺസെപ്ഷ്യൽ ഈ ഡെൻസ് ഏരിയ പലപ്പോഴും അവർ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോഴത്തേക്കും അവർ നമ്മളടുത്ത് അസ്യൂം ചെയ്യുന്നത് എന്തല്ല, നമ്മൾ ഈ സ്റ്റാറ്റുകളെല്ലാം കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം എന്നല്ല. കാരണം നമുക്ക് എക്സാം ഹോളിന്റെ പ്രഷറിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറ്റില്ല. ശരിയാക്കിയതാണെങ്കിലും സിമ്പിൾ ഫാക്ട് ആണ്. ഒന്നിൽ കൂടുതൽ ഫാക്ട് ഉണ്ട് ഇതിനകത്ത്, ഒന്നിൽ 2 കൂടുതൽ ഫാക്ട് ഉണ്ട് 2 സ്റ്റേറ്റ്മെന്റ്. ഇതൊരു കൺസെപ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അതും ഡിമാൻഡ് ചെയ്യുന്നില്ല. ഡിമാൻഡ് ചെയ്യുന്ന വെദർ യു ക്യാൻ സോൾവ് ഹീറ്റ് ഓഫ് ദി മൊമെന്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉത്തരം 1 and 4 എത്താം. Next, with reference to Gucci, sometime mentioned in the news, consider the following statement. Something related species എന്ത് ചോദിച്ചിട്ടുണ്ട്, പ്രൊവിഷൻ തന്നിട്ടുണ്ട്. എന്തോ ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയതാണ്, നമ്മൾ അത് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാം. It is a fungus. It is grown in some Himalaya forest areas. It is commercially cultivated in the Himalaya foothills of northeast India. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒന്ന് തെറ്റാണ്.
ഏതോ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി തെറ്റാണ്. തെറ്റാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ജനറൽ സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് നോക്കാം. ഏറ്റവും ജനറൽ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തന്നെ നമ്മൾ എന്തിലേക്ക് വന്നു, നമുക്ക് വേണ്ട ഓപ്ഷനിലേക്ക് നമ്മൾ വന്നു. ഇറ്റ് ഗ്രോസ് ഇൻ സം ഹിമാലയൻ ഫോറസ്റ്റ്. എന്താണ് ഏതെങ്കിലും ഒരു ഹിമാലയൻ ഫോറസ്റ്റിൽ വരുന്നത്. കാരണം അവരെന്തോ ഹിമാലയത്തിനെ പറ്റിയിട്ടാണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. സോ നമുക്ക് 2 അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 2 ഉള്ള ഡി ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. either 1 or 3 ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഇത് എത്താൻ പറ്റുക. ഇനി നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊസീഡ് ചെയ്യുക? ഇറ്റ് ഈസ് കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റഡ് ഇൻ ദ ഹിമാലയൻ ഫുട്ഹിൽസ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗസ്. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്, നമുക്ക് വയബിൾ ആയിട്ട് കിട്ടുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്രയും മൈന്യൂട്ട് സ്പീഷീസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇറ്റ് ഈസ് എ ഫംഗസ്. ഇതിനകത്ത് ഏറ്റവും ശരിയാവാൻ എളുപ്പമുള്ളത് 1 ആണ്. കാരണം രണ്ടാമത്തിൽ ഭയങ്കരമായിട്ട് അവൈലബിലിറ്റി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യം വരില്ല. ഇതിന് എന്തോ സംതിങ് റിലേറ്റഡ് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഈ ഒരു ലോജിക്ക് വെച്ചാണെങ്കിൽ 3 ക്യാൻസൽ ചെയ്യാം, 1 2 എത്താം. ബട്ട് നോട്ട് ഷുവർ നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ദിസ് മെറ്റീരിയൽ, ആ മെറ്റീരിയൽ പഠിക്കണം നിർബന്ധം പോലുമില്ല. ദ യൂസ് ഓഫ് ഇസ് വൈഡ് സ്പ്രെഡ് ഇൻ അവർ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. Its fiber can be blended with wool and cotton fiber to reinforce their properties. Containers made of it can be used to store any alcoholic beverage. Bottle made it of can be recycled into other product. Article made of it can be easily disposed by inclination without causing greenhouse gas emission. So ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരെണ്ണം എന്താണെങ്കിലും തെറ്റാണ്, രണ്ടെണ്ണം ഡെഫിനറ്റ്ലി തെറ്റാണ്. ഇതിനകത്ത് അവിടെയാണ് നമ്മൾ ചില സമയത്ത് നമുക്ക് ആ ടേംസ് വരുന്നത്. ഇതിപ്പോ നമ്മൾ ജനറലി കുപ്പികളിലൊക്കെ കാണുന്ന പേരാണ് PE പോളിത്തീൻ, PET, പെറ്റ്. നമ്മൾ ഇതിലൊക്കെ കാണുന്ന ഈ കുപ്പികളിലൊക്കെ കാണുന്ന പേരാണ് ഈ പെറ്റ്. നമ്മൾ എന്നിട്ട് ഒരു ക്രോസ് സിമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ടാവും പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ അത് കണ്ട അതൊരു ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു പ്ലാസ്റ്റിക് ആണെന്നുള്ള ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇനി അങ്ങോട്ട് ആലോചിക്കാം. ഏറ്റവും ഒബ്വിയസ് ആയിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ആർട്ടിക്കിൾസ് മെയ്ഡ് ഓഫ് ക്യാൻ ബി ഈസിലി ഡിസ്പോസ്ഡ് ബൈ ഇൻസിനറേഷൻ വിത്തൗട്ട് കോസിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. എന്ത് പ്ലാസ്റ്റിക് കത്തിച്ചാലും നമുക്കറിയാം എന്തെങ്കിലും ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇങ്ങനെ പ്രോഡക്റ്റ് ലോകത്തില്ല. അങ്ങനെ പാടാണ് എന്ത് കത്തിച്ചാലും. സോ വി ഗെറ്റ് 4 എലിമിനേറ്റ് ചെയ്ത് വിട്ടാൽ നമുക്ക് 2 and 3 1 and 3 നമുക്ക് കിടക്കുന്നുണ്ട്. 3 ഉണ്ട് ഡെഫിനറ്റ്ലി. നമുക്ക് 1 or 2. Its fibers can be blended with wool and cotton fibers to reinforce the properties. Let's അവിടെ വെക്കാം. Containers made of it can be used in any alcoholic beverage. നമ്മളൊന്നും നമ്മളെ ആൽക്കഹോൾസിന്റെ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആൽക്കഹോൾസ് ലോകത്ത് കാണുന്ന എല്ലാം ഇതാണെങ്കിൽ അവർ ഈസിലി എന്തിൽ തന്നെ ഇട്ടാനെ, പ്ലാസ്റ്റിക്. നമ്മളെപ്പോഴും ചില്ലുകുപ്പിയിലാണ് എന്ത് കാണുന്നത്, ആൽക്കഹോളിക് ബെവറേജസിനെ കാണാം. അപ്പൊ അങ്ങനെ തോട്ട് പ്രോസസ് ഒന്ന് ഒബ്സർവേഷൻ അപ്ലൈ ആണെങ്കിൽ 2 കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉത്തരത്തിലേക്ക് വരാം? ഐ തിങ്ക് വി ക്യാൻ കം ടു ദി ആൻസർ 1 3 ആണ് ഉത്തരം വരാം. സോ ദാറ്റ്സ് ഒബ്സർവേഷൻ. ഇതും നമ്മുടെ ഒബ്സർവേഷൻ ആണ്. ഇവരും നമ്മുടെ ഒബ്സർവേഷൻ ആണ്. ഇത് പെട്ടെന്നുള്ള ശരിക്കും കിട്ടിയെന്ന് വരില്ല. ഈവൻ ഇത് ഇല്ലെങ്കിലും അവർ പറയുന്നുണ്ട് ഡെയിലി ലൈഫ്. അത് വെച്ചിട്ട് നമ്മൾ നോക്കിയാലും കിട്ടുന്ന ആൻസർ കിട്ടും. സോ ഐ തിങ്ക് നമ്മുടെ ഒരു ഒബ്സർവേഷൻ, നമ്മുടെ ഒരു സ്കില്ലും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ വി ഹാവ് ഡിസ്കസ് സം important questions today also. We'll also continue the series for the next week. Hope you're all doing best of luck for thanks exams. Gallant IAS, chasing your passion to ace.